അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ലോക ചരിത്രത്തിൽ ആദ്യമായി 2027 റമളാനിൽ അത് സംഭവിക്കാൻ പോകുന്നു. 2027 ഫെബ്രുവരി 7, അതായത് 2027 റമളാൻ 1 ചന്ദ്രഗ്രഹണവും 2027 ഫെബ്രുവരി 20, അതായത് 2027 റമളാൻ പകുതിയോടടുപ്പിച്ച് സൂര്യഗ്രഹണവും നടക്കാൻ പോകുന്നു. ലോക മുസ്ലിമീങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു 2027 റമളാൻ. ഇനി 5 വർഷം മാത്രം ബാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം മഹദി വരുന്നതിന് മുമ്പ് ഒരു അടയാളം വരാനുണ്ട് ഇവിടെ. അള്ളാഹു ഈ ലോകം സൃഷ്ടിച്ചതു മുതൽ ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇമാം മഹദി വരുന്നതിന് തൊട്ടു മുൻപുള്ള റമളാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാകും. റമളാൻ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, എൻ്റെ സമുദായം 1500 വർഷം കടന്നു പോവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇന്ന് ജീവിക്കുന്നത് ഹിജറ വർഷം 1436 ഈ നൂറ്റാണ്ട് തീരാൻ ഏതാനും വർഷങ്ങൾ മാത്രം. മറ്റൊരു ഹദീസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ലോകാവസാനം വരെ ഭൂമിയുടെ ആയുസ് 7000 വർഷമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ 5600 വർഷം കടന്നുപോയി. ശേഷിക്കുന്നത് 1400 വർഷം. നാം ജീവിക്കുന്നത് 1400-ാം നൂറ്റാണ്ടിലാണ്, അതായത് അവസാന നൂറ്റാണ്ട്. ലോകാവസാനത്തിന് മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ചെറിയ അടയാളങ്ങളിൽ ഭൂരിഭാഗവും നടന്നു കഴിഞ്ഞു. ചിലത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിൽ നടക്കാൻ പോകുന്ന ചെറിയ അടയാളങ്ങളുടെ അവസാനവും വലിയ അടയാളങ്ങളുടെ തുടക്കവുമാണ് മഹ്ദി ഇമാമിൻ്റെ വരവ്. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും യുദ്ധങ്ങളും ലോകം മുഴുവൻ ആർക്കും തടയാൻ കഴിയാത്ത ഒരു ഫിത്ന വ്യാപിക്കുമെന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച ഭീകര ആക്രമണങ്ങളും നിരപരാധികളായ ജനങ്ങൾ കൊല്ലപ്പെടലും കാലാവസ്ഥാ മാറ്റങ്ങളും എല്ലാം മഹ്ദി ഇമാമിൻ്റെ വരവിന് മുമ്പുണ്ടാകുന്ന അടയാളങ്ങളാണ്. ഇറാഖും സിറിയയും യമനും ഫലസ്തീനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഷാമും ഈജിപ്തും ആക്രമണങ്ങളും യുദ്ധങ്ങളും കാരണം ദരിദ്ര രാജ്യങ്ങളാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് പുലർന്നിരിക്കുകയാണ്. സൂര്യനിൽ ഊർജ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു വരികയാണെന്നും സൂര്യൻ്റെ നാശത്തിന് അത് കാരണമാകുമെന്നും നാസ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും പാകിസ്ഥാനിലും ഉണ്ടായ സൂര്യതാപം കാരണമുണ്ടായ മരണങ്ങളും സൂര്യനിലെ ഈ മാറ്റങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുസ്ലിമെ, സമയം പാഴാക്കാനില്ല. 50,000 കൊല്ലം മഹ്ശറയിൽ വിചാരണക്ക് നിൽക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിടത്തേക്ക് നാം എല്ലാവരും ഓടിയടുത്തു കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ അടുത്ത് നാം ഓരോരുത്തരുടെ മരണവും. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക. ഈസാ നബിയുടെ കാലശേഷം യഹ്ജാജ് എന്ന ആൾ ഈ ലോകം ഭരിക്കും. 6 പേർ ഈ ലോകം ഭരിക്കും. ആ സമയത്ത് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവും. ഈ ലോകം ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് പോകും. ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും ഇശാനിസ്കാരത്തിനു ശേഷം എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യനെ കാണാനില്ല. അന്ന് ലോകം കൂരിരുട്ടായിരിക്കും. അന്ന് പ്രകാശം ഉണ്ടാകുന്ന ഒരു വസ്തുവും പ്രകാശിക്കില്ല. തീ കത്തിക്കാൻ നോക്കിയാൽ കത്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ വിശന്ന് നിലവിളിക്കുമ്പോൾ 72 മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കും. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. സൂര്യൻ പകുതി വരെ വന്ന് അത് തിരിച്ച് പടിഞ്ഞാറ് പോകും. ദാബത്തുൽ അർള് എന്ന മൃഗം വരിക. അറഫ മൈതാനിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഭൂമിയുടെ അടിയിൽ നിന്നും ദാബത്തുൽ അർള് എന്ന മൃഗം പുറത്തു വരും. അത് മനുഷ്യരോട് സംസാരിക്കും. അതിൻ്റെ രൂപം തല കാളയുടെ തല പോലെ, കണ്ണ് പന്നിയുടെ പോലെ, ചെവി ആനയുടേതുപോലെ, മുതുക് ഒട്ടകപക്ഷിയുടെ പോലെ, നെഞ്ച് സിംഹത്തിൻ്റേതുപോലെ, നിറം പുള്ളിപ്പുലിയുടേതുപോലെ, അരക്കെട്ട് പൂച്ചയുടേതുപോലെ, വാല് ആടിൻ്റെ വാൽ പോലെയും, നട്ടെല്ല് കഴുതയുടേതുപോലെയും 2 സന്ധികൾ തമ്മിൽ 12 അടി നീളമുള്ള ഒരു മൃഗമാണിത്.
അതിൻ്റെ വലതുകൈയിൽ മൂസാ നബിയുടെ വടിയും ഇടതുകൈയിൽ സുലൈമാൻ നബിയുടെ മോതിരവുമുണ്ട്. ആ ജീവി ഭൂമിയിൽ മുഴുവൻ ചുറ്റി നടക്കും. സത്യവിശ്വാസിയുടെ മുഖത്ത് വടികൊണ്ട് തടവും. അപ്പോൾ അവരുടെ മുഖം പ്രകാശിക്കും. അല്ലാത്തവരെ കാണുമ്പോൾ മോതിരം കൊണ്ട് തടവും. അപ്പോൾ അവരുടെ മുഖം കറുത്തു പോകും. അങ്ങനെ മനുഷ്യരെ 2 വിഭാഗമാക്കി മാറ്റും. കഅബ പൊളിക്കപ്പെടും. 60,000 ആളുകൾ കഅബ മുതൽ ജിദ്ദ കടലിടുക്ക് വരെ നീണ്ടു നിൽക്കും. ഓരോ കല്ലും ഇളകി വരിവരിയായി നിൽക്കുന്ന അവർ ജിദ്ദ കടലിടുക്കിലേക്ക് എറിയും. കഅബയുടെ മുകളിൽ കയറി ആദ്യത്തെ കല്ല് ഇളക്കുന്ന ആൾ പൊക്കം കുറഞ്ഞ ഒരു കുള്ളനായിരിക്കും. അവൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി മുൻപോട്ടും വിരലുകൾ പിൻപോട്ടുമായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കഅബ പൊളിച്ചാൽ പിന്നെ നിസ്കാരമില്ല. അവസാനം പരസ്പരം കാണാൻ പറ്റാത്ത ഒരു കറുത്ത പുക ഈ ലോകം വന്ന് പൊതിയും. ആകാശം തെളിയുമ്പോഴേക്കും സത്യവിശ്വാസികളുടെ ജീവൻ പോയിരിക്കും. ഒരു വെള്ളിയാഴ്ച അള്ളാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് സൂർ എന്ന കാഹളത്തിൽ ഊതാൻ പറയും. ആദ്യ ഊത്തിൽ ഈ ലോകം തകർന്നു തരിപ്പണമാകും. ഒരു വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത കരളിൻ്റെ കഷ്ണമായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഇങ്ങനെ പ്രവചിക്കാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലെ, അങ്ങയുടെ മേൽ സലാത്തും സലാമും സദാസമയം വർഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.